ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതേപോലെ തന്നെ EMF, ടെർമിനൽ പൊട്ടൻഷ്യൽ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വയറുണ്ടെന്ന് വിചാരിച്ചോ. ഇതാണ് വയർ. ഈ വയറിനെ ഞാൻ 2 പോയിന്റ് എടുക്കുകയാണ്. ഈ വയറിൽ ഒരു 2 പോയിന്റ് എടുക്കുകയാണ്. A എന്നൊരു പോയിന്റ് എടുക്കുകയാണ്, B എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ B എന്നൊരു പോയിന്റിൽ ഞാനൊരു +1 ചാർജിനെ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ വയറിലെ B എന്ന പോയിന്റിൽ നിന്ന് ഈ +1 ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ B എന്ന പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലേക്ക് എടുത്തു കൊണ്ടുവരാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ B എന്ന പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലേക്ക് ഈ ചാർജിനെ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ഡൺ ഉണ്ടാവും. എന്തായാലും എന്ത് ചെയ്യണം? ഒരു വർക്ക് ഡൺ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ പെർ ചാർജ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. PD എന്ന് പറയാം ഷോർട്ടായിട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് PD എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുക, അല്ലെങ്കിൽ വയർ എടുത്ത് ആ വയറിൽ 2 പോയിന്റ് എടുത്തു. ആ B എന്ന പോയിന്റിൽ ഞാനൊരു +1 അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചു. എന്നിട്ട് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ Bയിൽ നിന്ന് Aയിലേക്ക് എടുത്തുകൊണ്ടിരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിന് വേണ്ടി ഒരു വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ പെർ ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ കണ്ടക്ടറിലെ Aയും Bൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് between 2 points in a conductor is defined as the work done in bringing the charge from one point to other. മനസ്സിലായില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in a conductor is defined as the work done in bringing the charge from one point to another. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 പോയിന്റ് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ചാർജിനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണ് നമ്മൾ പറയുന്ന പേരാണെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് യൂണിറ്റ് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും എന്തുണ്ടാവും? യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് എന്താണ്? വർക്ക് ഡൺ യൂണിറ്റ് എന്താണ്? ജൂൾ. പിന്നെ ചാർജിന് യൂണിറ്റ് എന്താണ്? കൂളമാണ്. അപ്പോൾ ജൂൾ പെർ കൂളം. ഈ ജൂൾ പെർ കൂളത്തിന് നമ്മൾ എന്ത് പറയാറുണ്ട്? വോൾട്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഷോർട്ടായിട്ട് നമ്മൾ V എന്ന് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു വയറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ആ വയറിൻ്റെ മുകളിൽ നമ്മൾ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആ 2 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലസ് ചാർജിനെ വെച്ചു, അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചു. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് എടുത്തുകൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, ആ വർക്ക് ഡണ്ണിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in a conductor. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി, പക്ഷെ എന്തിനാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ഇപ്പോൾ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് ആണ് അല്ലേ? കറണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് ഫ്ലോ ചെയ്യണം? ചാർജിനെ ഫ്ലോ ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് എന്ത് ഉണ്ടാവുക? കറണ്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ട് എടുത്തിട്ട് ആ സർക്യൂട്ടിൻ്റെ അകത്ത് ചാർജിനെ ഫ്ലോ ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ബാറ്ററി കണക്ട് ചെയ്യും. ആ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നിങ്ങൾ എന്ത് കൊടുത്തു എന്നാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു എന്നാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആ സർക്യൂട്ടിൻ്റെ അകത്തൂടെ എന്ത് ഒഴുകുള്ളൂ? ചാർജ് ഒഴുകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്ക് എന്തിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്നത് വെച്ചാൽ, ആ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ മാത്രമേ ആ സർക്യൂട്ടിൻ്റെ അകത്ത് എന്തൊഴുകുള്ളൂ? ചാർജ് ഒഴുകുള്ളൂ. ചാർജ് ഒഴുകിയാൽ മാത്രമേ സർക്യൂട്ടിൻ്റെ അകത്ത് എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യണത്? ബാറ്ററി കണക്ട് ചെയ്യണത്. പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. ഒരു സർക്യൂട്ടിനകത്ത് എന്തിനാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യണത്?
വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് ചാർജിനെ ഒഴുക്കിയിട്ട് കറണ്ടിനെ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മൾ ഒരു ബാറ്ററി ആ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യണത്. ആ പോയിന്റും കൂടെ ഞാൻ ഇവിടെ എഴുതി വെക്കാം. അടുത്ത പോയിന്റായിട്ട് ബാറ്ററി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ടിനകത്ത് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് എന്തുണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ദെൻ only the charge will flow and current flow occurs. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ടിനകത്ത് എന്തൊഴുകുക, ചാർജ് ഒഴുകിയിട്ട് കറണ്ട് ഒഴുകുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്ററിയിലൂടെയാണ് സർക്യൂട്ടിനകത്ത്. അപ്പോൾ ബാറ്ററിക്കകത്ത് നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിയിലൂടെ കിട്ടിയ ശേഷം ആ സർക്യൂട്ടിനകത്തൂടെ എന്തൊഴുകും, ചാർജ് ഒഴുകും. ചാർജ് ഒഴുകി കഴിഞ്ഞാൽ സർക്യൂട്ടിനകത്ത് എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇപ്പോൾ സെറ്റായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് EMF. EMFിന്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മീൻസ് ചാർജ് എന്നാണ്, ഇലക്ട്രോൺസ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സർക്യൂട്ടിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഒഴുകും, ചാർജ് ഒഴുകിയിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഒഴുകും. ചാർജിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണിനെ മോട്ടീവ് ചെയ്യാനുള്ള ഫോഴ്സ്, മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഫോഴ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയാം, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ടെന്ന് വെച്ചു, ഇതാണ് ബാറ്ററി. അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവുക? ഇപ്പോൾ സാധാരണ ഒരു പെൻസിൽ ബാറ്ററി ഉണ്ടാവും. പെൻസിൽ ബാറ്ററി അറിയില്ല നിങ്ങൾക്ക്, നമ്മൾ നമ്മുടെ ക്ലോക്കിൻ്റെ അകത്തൊക്കെ ഇടുന്ന ബാറ്ററി നമ്മൾ പറയുന്ന പേരാണിത്, പെൻസിൽ ബാറ്ററി. ഇങ്ങനെ ഏകദേശം അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇവിടെ ഒരു എന്താ പറയുക, ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും, പിന്നെ ബാക്കിൽ ഇങ്ങനെ വട്ടത്തിലുള്ളൊരു സാധനം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പൊന്തി നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയും. ബാക്കിയുള്ള സ്ഥലത്തിന് അല്ലെങ്കിൽ ബാക്കിലുള്ള സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്, നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇതൊരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററീൻ്റെ മുകളിൽ ഇങ്ങനെ 1.5 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ക്ലോക്കിൻ്റെ അകത്ത് ഇടുക എന്ന് വിചാരിച്ചോ. അപ്പോൾ ക്ലോക്കിൻ്റെ അകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺസ് ആ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യും, കറണ്ട് ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് EMF എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബാറ്ററിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന 1.5 വോൾട്ട് എന്നുള്ളതാണ് EMF. കാരണം ഇലക്ട്രോണിനെ മോട്ടീവ് ചെയ്യണം. കാരണം നമ്മൾ ക്ലോക്കിൻ്റെ അകത്ത് ഇട്ടെങ്കിൽ ആ ക്ലോക്കിൻ്റെ അകത്ത് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഫോഴ്സാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാറ്ററിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന 1.5, ഇപ്പം സാധാരണ ഒരു പെൻസിൽ ബാറ്ററിൻ്റെ മുകളിലാണ് 1.5 വോൾട്ടിൽ. പെൻസിൽ ബാറ്ററി അല്ല, വേറെയും ബാറ്ററി ഉണ്ട്. 9 വോൾട്ടിന്, 10 വോൾട്ടിന്, 25 വോൾട്ടിന്, 30 വോൾട്ടിന്, 200 വോൾട്ടിന്, 300 വോൾട്ടിനൊക്കെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ബാറ്ററിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ EMF. കാരണം ആ EMF ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർക്യൂട്ടിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബാറ്ററീനെ സർക്യൂട്ടിലേക്ക് ഇടുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യലാണ്. സർക്യൂട്ടിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ EMF മാറി അത് ടെർമിനൽ പൊട്ടൻഷ്യലായിട്ട് മാറും. അത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽ ഓഫ് ദി ബാറ്ററി വെൻ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എ സർക്യൂട്ട്. സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യാത്തപ്പോൾ ബാറ്ററിയുടെ പൊട്ടൻഷ്യലിന് നമ്മൾ പറയും, ബാറ്ററിയുടെ ടെർമിനലിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, EMF. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും EMF? ഇറ്റ് ഈസ് ദ potential difference of the battery when it is not connected to a circuit. അപ്പോൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ട് ബാറ്ററിക്ക് അകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, പെൻസിൽ ബാറ്ററി ആണെങ്കിൽ 1.5 വോൾട്ട്, അതാണ് അതിൻ്റെ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദി ബാറ്ററി വെൻ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ പറയാം. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇ എം എഫ്. ഈ ഇ എം എഫ് ആണ് ആക്ച്വലി എന്ത് ചെയ്യണത്? നമ്മൾ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഫോഴ്സ് കൊടുക്കുന്നത്. എന്നാലേ ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ? സർക്യൂട്ടിൻ്റെ അകത്തോട്ട് ഫ്ലോ ചെയ്യുള്ളൂ, കറണ്ട് ഒഴുകുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, യൂണിറ്റ് നമുക്കറിയണ വോൾട്ട് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ഇ എം എഫിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഇനി ഈ ഇ എം എഫിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു പൊട്ടൻഷ്യലും കൂടെ പറയാനുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ ഇ എം എഫ് 1.5 വോൾട്ടാണ്. ആ ഇ എം എഫ് 1.5 ഉള്ള പിന്നെ ബാറ്ററീനെ ഞാൻ സപ്പോസ് ഒരു ക്ലോക്കിൽ ഇട്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ ക്ലോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ക്ലോക്കിൻ്റെ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അതിനകത്ത് കറണ്ട് ഒഴുകും. അപ്പോൾ ഞാൻ ബാറ്ററീനെ എടുത്ത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇ എം എഫ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ ബാറ്ററീനെ എടുത്തിട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ എവിടെയാണ് ഉണ്ടാവുക? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൻ്റെയും നെഗറ്റീവ് ടെർമിനലിൻ്റെയും ഇടയ്ക്കാണ് ഉണ്ടാവുക. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ, നമ്മളൊരു ബാറ്ററീനെ എടുത്തിട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് ഇട്ടാൽ ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൻ്റെയും നെഗറ്റീവ് ടെർമിനലിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ. അപ്പം ഒന്ന് എഴുതാം, എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ battery and negative terminal of the battery when it is not connected to the circuit. സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആയിരുന്നു ഇ എം എഫ്. സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ട് ചെയ്ത ശേഷം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവുക? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിക്കും ഇടയ്ക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ബാറ്ററി, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 1.5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. ആ 1.5 വോൾട്ടുള്ള ഒരു ബാറ്ററി, അത് അതിൻ്റെ ഇ എം എഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ 1.5 വോൾട്ടുള്ള ബാറ്ററീനെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? ടെർമിനൽ പൊട്ടൻഷ്യലായിട്ട് മാറി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ടെർമിനൽ പൊട്ടൻഷ്യൽ ആണോ വലുത് അതോ ഇ എം എഫ് ആണോ വലുത്? ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാം. അപ്പം നമ്മൾ ഒരു ബാറ്ററീനെ എടുത്ത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഫ്ലോ ഒന്നും നടക്കില്ല. അപ്പോൾ ആ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യലാണ് ഇ എം എഫ്, അതാണ് 1.5 വോൾട്ട്. ഈ 1.5 വോൾട്ടുള്ള ബാറ്ററി ഞാൻ സർക്യൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ടെർമിനൽ പൊട്ടൻഷ്യലായിട്ട് മാറി. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യലായിട്ട് മാറി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ, ഈ ബാറ്ററി പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്ററിക്കകത്ത് എന്താ ഉള്ളത്? ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും ഉള്ളത്. അപ്പോൾ ബാറ്ററി എന്തുകൊണ്ട് നിർമ്മിതമാക്കി എന്ന് വെച്ചാൽ ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും ആണ്. അത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ്സും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ അകത്ത് ഈ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കൂടെ എന്തിന് ഇൻവോൾവ് ആവും? ആ സർക്യൂട്ടിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ അകത്ത് ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ 1.5 വോൾട്ടിനേക്കാളും കുറവ് വോൾട്ടേജ് എവിടെ കിട്ടുള്ളൂ? ഈ ടെർമിനൽ പൊട്ടൻഷ്യലിൽ ബാറ്ററിയിൽ കിട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇ എം എഫ് ആണ് വലുതാവുക, ടെർമിനൽ പൊട്ടൻഷ്യൽ എന്താവും? ചെറുതാവുക ചെയ്യുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിൽ ഇടുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യൽ. പിന്നെ സർക്യൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എന്തായിട്ട് മാറും? ടെർമിനൽ പൊട്ടൻഷ്യലായിട്ട് മാറും. ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട്
ടെർമിനലിൻ്റെ അടുക്കല്ല, ബാറ്ററി 2 ടെർമിനലിൻ്റെ അടുക്കല്ല പൊട്ടൻഷ്യൽ, ആ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്തിനേക്കാൾ ചെറുതായിരിക്കും? EMF-നേക്കാൾ ചെറുതായിരിക്കും. കാരണം ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രോഡിനെ ഇലക്ട്രോലൈറ്റിനും റെസിസ്റ്റൻസ് അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ആരാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF-നേക്കാളും കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇൻസൈഡ് ദ ബാറ്ററി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കത് ഒന്ന് എഴുതാം. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ? ടെർമിനൽ പൊട്ടൻഷ്യൽ is less than EMF because there is the presence of internal resistance. എന്ത് കാരണം? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും കേട്ടോ, അത് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. അപ്പോൾ ഒരു കാര്യം ചോദിക്കണം ഞങ്ങളോട്, ഈ EMF-ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും അല്ല ടെർമിനൽ പൊട്ടൻഷ്യലും എനിക്ക് ഒരു ഡിവൈസ് കൊണ്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. EMF നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. EMF മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് EMF എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. പക്ഷേ നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഇത് നമ്മൾ മെഷർ ചെയ്യുക എന്തുകൊണ്ടാണ് അറിയാം? വോൾട്ട് മീറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും എന്തുകൊണ്ട് വ്യത്യസ്തപ്പെടുന്നു വെച്ചാൽ, വോൾട്ട് മീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ടിന് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോൾട്ട് മീറ്ററിൽ എന്തിൻ്റെ റീഡിങ് കാണിക്കും? എത്ര വോൾട്ട് ആണെന്നുള്ളത് കാണിക്കും. ആ വോൾട്ടേജ് എന്തിനേക്കാളും കുറവായിരിക്കും? EMF-നേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇതേ വോൾട്ട് മീറ്റർ ഞാൻ പിന്നെ EMF മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സർക്യൂട്ടായിട്ട് മാറി. അപ്പോൾ ആ സർക്യൂട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വലിയ ടെർമിനൽ പൊട്ടൻഷ്യലാണ്. കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒഴിവാക്കിക്കൊണ്ട് വേണം എനിക്ക് എന്ത് മെഷർ ചെയ്യണമെങ്കിൽ, EMF മെഷർ ചെയ്യണമെങ്കിൽ. സോ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഡിവൈസ് ആണെന്ത്? പൊട്ടൻഷ്യോമീറ്റർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടെർമിനൽ പൊട്ടൻഷ്യൽ ആൻഡ് EMF എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതി വെക്കാം. ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. യൂണിറ്റ് ഓഫ് പിന്നെ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? വോൾട്ട് തന്നെയാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും ഇത് എഴുതി ഡിഫറൻസ് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമ്മൾ സ്മോൾ r വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ചാൽ, നമ്മൾ ഒരു ബാറ്ററീനെ എടുത്തിട്ട് നമ്മളൊരു സർക്യൂട്ടിനകത്ത് ഇട്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ബാറ്ററിക്കകത്ത് എന്തുണ്ട്? ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കാരണം ആ സർക്യൂട്ടിനകത്ത് എന്ത് കിട്ടും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വെച്ചാൽ, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓഫ് എ സെൽ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാറ്ററിക്ക് അകത്തുള്ള ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ electrode and electrolyte of a cell when it is connected to the circuit. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളതൊരു സർക്യൂട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളൊരു ബാറ്ററി വരയ്ക്കുകയാണ്. ഒരു ബാറ്ററി ഇതാ
ഈ ബാറ്ററിയുടെ സമീപത്തായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മളിങ്ങനെ ഇടും ഈ രീതിയിൽ. എന്നിട്ട് ഇത് EMF ആണ്, ഇതെന്താണ് R. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെല്ലും ഇന്റേണൽ റെസിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ R എനിക്ക് കണ്ടുപിടിക്കണം. ഈ Rന്റെ ഒരു ഇക്വേഷൻ എനിക്ക് ഉണ്ടാക്കണം. സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഈ റെസിസ്റ്റൻസ് ഞാൻ R എന്ന് വിളിക്കാം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അങ്ങനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനെ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഓംസ് ലോ എന്താണ്, V = IR ആണ്, I = V/R ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സർക്യൂട്ടിൻ്റെ അകത്തൂടെ കറണ്ട് ഒഴുകൂലേ, ഇതെങ്ങനെ ഇങ്ങനെ I ഒഴുകും. ഓക്കെ, തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, I ഒഴുകും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിനകത്തുള്ള കറണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം, I = ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്താ, 2 ഉണ്ട്. R ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക, പക്ഷെ ഇവിടെ 2 ഉണ്ട്. ഈ 2 സീരീസ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, R+R എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എനിക്ക് ഈ സ്മോൾ R ആണ് വേണ്ടത്. ഞാൻ ഈ R+R ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ I × R+R = E എന്ന് എഴുതാം അല്ലേ? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ അപ്പോൾ എന്താവും, IR + IR = E. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ മൊത്തം അപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് ഞാൻ തൽക്കാലം ഇക്വേഷൻ 1 കൊടുക്കുക, നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ഞാനത് പിന്നെ പറയാം. പിന്നെ ഇതിനെ IR അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ IR = E - IR. നമുക്ക് വേണ്ടത് R ആണ്. ഈ അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക, താഴത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ വരിക, I = അല്ലെങ്കിൽ R = E - IR ഡിവൈഡഡ് ബൈ I. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. R = E - IR ഡിവൈഡഡ് ബൈ I. ഈ R എന്താണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. I ഇതിൽ ഒഴുകുന്ന കറണ്ടാണ്. എന്താണ്, EMF ആണ്. ഈ R എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാണ്ട്, ഞാൻ ഇക്വേഷൻ 1 എടുക്കുകയാണ്. ഇക്വേഷൻ 1 ഒരു IR കണ്ട, ഇക്വേഷൻ 1 ഞാനിവിടെ എടുക്കുകയാണ്. IR + IR = E അല്ലേ? അപ്പോൾ ഞാൻ ഈ IR എനിക്ക് V എന്ന് എഴുതി കൂടെ, കാരണം നമ്മൾ V അല്ലേ, IR ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ വോൾട്ടേജ് അല്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, V + IR. ഇതിന് നമ്മൾ എന്ത് എഴുതി, V എന്ന് എഴുതി. അപ്പോൾ V + IR = E എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ E = V + IR എന്ന് എഴുതാം. ഇത് അവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ കോമ്പിനേഷൻ ഓഫ് സെൽസ് ഇൻ സീരീസും സെൽസ് ഇൻ പാരലലും പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ R 0 എന്ത് സംഭവിക്കുക, ഈ R 0 എന്ത് സംഭവിക്കുക, E = V ആവും. എന്നുവെച്ചാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ആ ബാറ്ററി സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിയും ഇയും സെയിം ആയി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു സർക്യൂട്ടിന് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണിത് ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് എപ്പോഴും ഉണ്ടാവുക, ആ സെല്ല് എവിടെ കണക്ട് ചെയ്യുമ്പോൾ, സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതിടുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, കാരണങ്ങൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി എടുത്തിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പി പോലത്തെ ഒരു സാധനമായിരിക്കും, ഒരു കറുത്ത കളർ റോഡ് പോലത്തെ ഒരു സാധനമാവും. ഇലക്ട്രോലൈറ്റ് അതിന് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് ഒരു പശ പോലത്തെ ഒരു സാധനം, അതായത് ഒരു കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ആണ് എന്ത് തരുന്നത്, പിന്നെ നമ്മളുടെ ഇന്റേണൽ റെസിസ്റ്റൻസിന് കാരണമാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിൻ്റെയും സ്വഭാവം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. കാരണം ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും വെക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് അത് വെക്കുക. ആ ഡിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഇലക്ട്രോഡ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പി പോലത്തെ ഒരു കഷ്ണമായിരിക്കും, അതിന് തടി, ആ തടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് എന്ത്, നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ. പിന്നെ നാലാമത്തെ ഫാക്ടർ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞൊരു പശ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ആ പശ പോലത്തെ സാധനത്തിന് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ കോൺസെൻട്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് നാലാമത്തെ ഫാക്ടർ. ഇനി ലാസ്റ്റ് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും,
ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ടെമ്പറേച്ചറും എന്തിനും ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഫാക്ടറാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്? നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഇത്രയുമാണ് ഈ 5 ഫാക്ടേഴ്സുമാണ് എന്ത് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തത് എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. അതാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്. സോ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ എക്സാം എടുത്തുകൊണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് വീഡിയോസ് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും ബൈ.